ദുരന്തബാധിതരോട് സർക്കാരിന്റെ കടുത്ത നാസ്ത. ക്യാമ്പിൽ കഴിയുന്ന സ്ത്രീകളടക്കമുള്ളവർക്ക് വസ്ത്രമടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നും പരാതി. കുളിക്കാനായി പോലും തിരിച്ചു വീടുകളിലേക്ക് പോകാനായിരുന്നു നിർദ്ദേശം. പ്രതികരണം നോക്കാം ആദ്യം. ഡ്രസ്സൊക്കെ കിട്ടിയിട്ടില്ല. എന്താ അറിയില്ല. പി ജോഷില കൂടി ചേരുകയാണ് വിശദാംശങ്ങളുമായി. ജോഷില, നോക്കൂ, ഈ ദുരന്തത്തിൽ ആകെ തകർന്നിരിക്കുന്നവരാണ്. അവരിലേക്കാണ് ഇത്തരത്തിലുള്ള യാതൊരുവിധ സഹായവും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും എത്തിക്കുവാൻ സർക്കാരിന് കഴിയാതെ പോകുന്നത്. ഈ ക്യാമ്പിൽ കഴിയുന്നവർ ഒന്ന് കുളിക്കണമെങ്കിലോ വസ്ത്രം മാറി ഉടുക്കണമെങ്കിലോ ഈ ദുരന്തബാധിതമായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വീട്ടിലേക്ക് തന്നെ പോകേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ. ഈ ആർത്തവമുള്ള സ്ത്രീകൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കുന്നില്ല. ആകെ ദുരന്തത്തിലാണ് ആ ക്യാമ്പിൽ കഴിയുന്ന ഓരോരുത്തരും, അല്ലേ? തീർച്ചയായും നമ്മൾ കേട്ട പ്രതികരണമാണത്. ആ ഒരു ക്യാമ്പിലേക്ക് ആളുകളെ മാത്രമല്ല മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നേരത്തെ തന്നെ സൂചിപ്പിച്ച കാര്യമാണ്. ഇതൊന്നും തന്നെ പുറത്തു വരാതിരിക്കാനാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ക്യാമ്പിനുള്ളിൽ വലിയ പ്രശ്നമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നത്. സ്ത്രീകളാകെ തന്നെ പ്രകോപിതരായിക്കൊണ്ട് ഞങ്ങൾക്ക് വസ്ത്രമില്ല, കുളിക്കാൻ കഴിയുന്നില്ല, 3 ദിവസമായി കുളിച്ചിട്ട് എന്നൊക്കെ പറയുകയും വീട്ടിലേക്ക് പോകണം എന്ന് പറയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതായത് അന്ന് ഞങ്ങൾ വാർത്ത പുറത്തുവിട്ട ദിവസം 3 ദിവസമായി കുളിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന് അവർ പറയുന്ന ബൈറ്റ് ഞങ്ങൾ പുറത്തുവിട്ടു. വലിയ വാർത്തയായ ശേഷം ആ 1 മണിക്കൂർ ആ സമയങ്ങളിൽ മാത്രമാണ് ഒരു ഡ്രസ്സ് നൽകിയത്. അതും അടിവസ്ത്രങ്ങളൊന്നും നൽകിയിട്ടില്ല. അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും ഒരുപാടുള്ള ക്യാമ്പ് കൂടിയാണ്. ആ ക്യാമ്പുകളിൽ ആർത്തവമുള്ള സ്ത്രീകൾക്ക് നാപ്കിൻ പോലും ലഭ്യമല്ല എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അത് കൂടെ ആയപ്പോഴാണ് അവർക്ക് സഹിക്കവയ്യാതെയാണ് അവർ അവിടെ പ്രതികരണം നടത്തിയത്. വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിയപ്പോൾ അവരെ വീടുകളിലേക്ക് അയക്കാനാണ് അവസാനം തീരുമാനമുണ്ടായത്. വീടുകളിലേക്ക് അയച്ച് കുളിച്ച് വസ്ത്രം മാറി തിരിച്ചു വരാനുള്ള സൗകര്യമൊരുക്കാൻ വേണ്ടി ജീപ്പ് ഒരുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, പുത്തുമല ദുരന്തത്തിൽ ഇത്തരത്തിൽ വീടുകളിലേക്ക് സാധനമെടുക്കാൻ പോയവരാണ് ഭൂരിഭാഗവും പുത്തുമല ദുരന്തത്തിൽ അന്ന് മരണപ്പെട്ടത് എന്നുള്ളത്. പ്രകൃതിയുടെ കാര്യമാണ്. എപ്പോഴാണ് ഇവരെ മാറ്റിപ്പാർപ്പിച്ച് തന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോഴെല്ലാ സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തേണ്ടതുണ്ട്. ജൂലൈ 7-നാണ് ഈ ദുരന്തമുണ്ടായിട്ടുള്ളത്. ആ ജൂലൈ 7 മുതൽ ജൂലൈ 7-ന് ഒരു സൗകര്യവും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് വീട്ടുകാർ കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഇന്ന് വരെ ആ സൗകര്യങ്ങളൊന്നും തന്നെ സ്ത്രീകൾക്കടക്കം ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അന്ന് വാർത്ത വന്നതിൻ്റെ പിന്നാലെ ഒരു ഡ്രസ്സ് മാത്രം മേലെ ഇടുന്ന ഒരു ഡ്രസ്സ് മാത്രം നൽകി എന്നല്ലാതെ സ്ത്രീകൾ ഇന്നും ഞങ്ങളോട് പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് പോയി. എന്നാൽ പലരും ഭയന്ന് പിന്മാറുകയാണ്. കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയന്ന് പിന്മാറുകയാണ്. മീഡിയ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക്, കണ്ടാൽ തന്നെ തെന്നിമാറുന്ന അവസ്ഥയിലേക്ക് പോയി. കാരണം അവരെ ക്യാമ്പിനുള്ളിൽ തന്നെ മീഡിയയെ കാണരുത് എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് UDF കൗൺസിലർമാരടക്കം നേതാക്കളടക്കം നൽകുന്നത് എന്നുള്ളതാണ്. മീഡിയയിലൂടെ വാർത്ത പുറത്തു വരാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക്. എന്നാൽ ഇവർക്ക് ഒരു സൗകര്യവും ഏർപ്പെടുത്തുന്നില്ല. ഭക്ഷണം നൽകിയാൽ മാത്രം ഒരു കുടുംബത്തിനോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള അടിസ്ഥാന തത്വം പോലും മനസ്സിലാക്കാതെയാണ് ക്യാമ്പ് നടത്തിപ്പുകാർ ഇവരെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ രീതിയിൽ അടിവസ്ത്രങ്ങൾ ലഭ്യമാക്കിയിട്ടില്ല, അതുപോലെ തന്നെ നാപ്കിനൊന്നും വിതരണം ചെയ്തിട്ടില്ല. ഇവർ ഒന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വീടുകളിലേക്ക് ഇപ്പോൾ അവരെ കൊണ്ടുപോയിരിക്കുന്നത്. കുളിച്ച് ഡ്രസ്സ് മാറിയതിനു ശേഷം തിരിച്ചു വരും എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സിന്ധൂരി. ശരി ജോഷില പറഞ്ഞതുപോലെ തന്നെ ആ ക്യാമ്പിൽ കഴിയുന്നവരെ ഭയപ്പെടുത്തി അവിടെ നടത്തുന്ന ഒരു സാഹചര്യം, മാധ്യമങ്ങളോട് പ്രതികരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ലഭിച്ച പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് ക്യാമ്പിൽ കഴിയുന്നവരുടെ അവസ്ഥ വളരെയധികം മോശമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ജോഷിലയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.